നിഖിൽ രാജ് നിഖിൽ രാജിന്റെ ഒരു സാധാരണ കുടുംബത്തിലെ ഒരു മകനാണ്. ദൈനംദിനമായ വരുമാനത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരംഗം. എങ്ങനെയാണ് എല്ലായിടത്തും ഇങ്ങനെ ഓടിയെത്താൻ സഹായിക്കുന്നത്? എങ്ങനെ കർത്താവ് സഹായിക്കുന്നത്? ഇവിടുന്ന് ഈ കിടക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് പലയിടങ്ങളിൽ പോയി ഈശോയ്ക്ക് വേണ്ടി ഈശോയെക്കുറിച്ച് പറയുന്നു. ഇതൊക്കെ എങ്ങനെ സാധിച്ചേ? എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം മനസ്സിലായ ഒരു കാര്യം, നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒരു സന്തോഷത്തോടെ അനുഭവിച്ച കർത്താവിനെ പകരം കൊടുക്കണമെന്നൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കർത്താവ് ചെയ്യും. ഇപ്പോൾ പല സ്ഥലങ്ങളിലും എൻ്റെ ജീവിതാനുഭവം പങ്കുവയ്ക്കാറുണ്ട്, ഞാൻ പോകാറുണ്ട്. ആദ്യമൊക്കെ ശ്രീഭിത്തിയേട്ടൻ്റെ സിറ്റി ആംബുലൻസ് എന്ന് പറഞ്ഞ സർവീസ് ഉണ്ട്, അവരുടെ ആംബുലൻസിലാണ് പോകാറുള്ളത്. പിന്നെ അത് വാടക കൂടുതലായി, പിന്നെ നമുക്ക് പോണ സ്ഥലം എപ്പോഴാണ് പൈസ കിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ അതുവരെ അവർക്ക് വാടകയില്ല, ആ സമയത്താവും ഞങ്ങൾ പോവാം. ഞങ്ങൾ അന്ന് കയറി അന്ന് തന്നെ അവർക്ക് വയനാട്, കോട്ടയം, ചിലപ്പോൾ പല സ്ഥലങ്ങളിലേക്ക് വാടക കിട്ടും. അവരപ്പോൾ ഈ വാടക മുഴുവൻ കളഞ്ഞ് ഞങ്ങളുടെ കൂടെ നിൽക്കും. അങ്ങനെ ദീപചേട്ടൻ്റെ ഒരു കോളേജ് ഉണ്ടായിരുന്നു, ആ കോളേജിലാണ് പിന്നത്തെ യാത്ര. അത് കുറച്ച് ഞങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഇരുന്ന് പോകാൻ പറ്റാണ്ട്, എൻ്റെ എനിക്ക് യൂറിൻ നോർമലി പാസ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ വൃഷ്ണം പഴുത്ത് ബ്ലഡൊക്കെ ലീക്കായി കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പൊക്കിളിൻ്റെ താഴെ സർജറി ചെയ്ത് ഡയറക്റ്റ് ബ്ലാഡറിലേക്ക് ട്യൂബ് ഇട്ടേക്കാം. അപ്പോൾ ഇരിക്കുമ്പോൾ കുറേ ബുദ്ധിമുട്ട് വരും, യൂറിൻ ബ്ലോക്ക് ആകുമ്പോൾ പല പ്രശ്നങ്ങൾ വരും, കിടന്ന് തന്നെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഒരു ചേട്ടൻ എന്നെ കാണാൻ, സ്വന്തം ബന്ധമൊന്നുമല്ല, ഒരു 9 വർഷം മുന്നേ ധ്യാനത്തിന് വെച്ച് പരിചയപ്പെട്ട എന്നെ കാണാൻ പോകുന്ന ചേട്ടൻ നമ്മുടെ വീട്ടിലൊരാളുടെ പോലെ ആൾ ഒരു ആംബുലൻസ് വാങ്ങി തന്നു ഇട്ടു. അപ്പം എൻ്റെ ചേട്ടനാണ് എൻ്റെ ഭൂരിഭാഗം പരിപാടികൾക്കെല്ലാം കൊണ്ടുപോകുക. ഇവിടെ നിന്ന് എടുത്ത് ആംബുലൻസിൽ കിടത്തും. അതിനുശേഷം അവിടെ വീൽ ചെയർ വണ്ടിയിലുണ്ട്, ആംബുലൻസിലുണ്ടാവും. പിന്നെ അവിടെ ചെല്ലുമ്പോൾ വീൽ ചെയർ ഇരിക്കും, സംസാരിക്കും. അതേപോലെയാണ് ഈ കാണുന്നതെല്ലാം സ്പോൺസർ തന്നെയാണ്. ഇതിലുള്ളതൊക്കെ കർത്താവ് നമ്മൾ സ്പോൺസർ ചെയ്തപ്പോൾ നമുക്ക് എല്ലാം കർത്താവ് തരുന്നുണ്ട്, അതിപ്പം ചിന്തിക്കേണ്ട ആവശ്യങ്ങളില്ലല്ലോ. എല്ലാം വളരെ ഭംഗിയായിട്ട് കർത്താവ് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനി ഇവിടെ ഒരു കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ ജീവിച്ച് പുറത്തൊക്കെ പോയി അടിച്ചു പൊളിച്ച് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇതിൽ ലോകം ഒരിക്കലും അടുത്തേക്ക് വന്നിട്ടില്ല, ഒന്നും സംസാരിക്കാനോ ഒന്നും ചോദിക്കാനോ പറയാനോ ഒന്നുമില്ല. പക്ഷെ ഇവിടെ ഇതിനുള്ളിൽ കർത്താവ് പിടിച്ച് കിടത്തി കഴിഞ്ഞപ്പോൾ ലോകം മൊത്തം ഇങ്ങോട്ട് കയറി വരുവാണ്. കുറേ പ്രാർത്ഥനകൾ ചോദിച്ച്, കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ, പ്രത്യേകിച്ച് കുറേ പേര് ഇങ്ങനെ മരിക്കണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരെ പലരും ഇങ്ങോട്ട് തള്ളിവിടാണ്. നീ അവനെ കണ്ടിട്ട് പോയി മരിക്കി എന്ന് പറഞ്ഞ് പലരും വന്നിട്ട് വേണ്ടെന്ന് വെച്ച് പോകുന്നു. ഇങ്ങനെ കുറേ പേര് ഇവിടെ വരുന്നില്ലേ? അതിനെക്കുറിച്ച് അവരിൽ നിന്നാണ് ഈ ലോകത്തിന്റെ ഇപ്പോഴത്തെ ഓട്ടത്തെക്കുറിച്ചും അവരുടെ ഇപ്പോഴത്തെ ആൾക്കാരുടെ മാനസികാവസ്ഥകൾ എങ്ങനെയാ പോകുന്നതെന്നൊക്കെ തിരിച്ചറിയുന്നത് അല്ലേ? അപ്പൊ അതിനെക്കുറിച്ച് ഇപ്പോഴത്തെ ആ കാലഘട്ടത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും ഒന്നും പറയാൻ പറ്റുമോ? എൻ്റെ 19 വയസ്സ് വരെ അപകടത്തിന് മുമ്പുള്ള ജീവിതത്തിൽ എൻ്റെ ചിന്ത എന്ന് പറയുന്നത് പൈസ ഉള്ളവർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്, സമാധാനമാണ്, അവർ വെൽ സെറ്റിൽഡാണ്, എല്ലാം സുഖമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ പൈസ ഇല്ലാത്തവർക്കാണ് ഏറ്റവും പ്രശ്നം. പക്ഷെ അന്നൊന്നും നമുക്ക് വലിയ അറിവും ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. വണ്ടി ഇടിച്ചു ഒരു അവസ്ഥ ഒന്നും കർത്താവായി. പിന്നെ അതിനുശേഷം ഒരുപാട് പേര് എന്നെ കാണാൻ വരും. അവർ കാണാനും സംസാരിക്കാനും പ്രാർത്ഥന സഹായം പല കാര്യങ്ങളും പറഞ്ഞു വരാറുണ്ട്. അപ്പോഴല്ല മനസ്സിലാവുന്നത് ഈ പൈസ ഉണ്ടെന്ന് പറയണവരൊക്കെ നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ, ശരിക്കും മരിച്ച പോലെ. അവരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാകും. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം എല്ലാവരുടെ ജീവിതത്തിലും വളരെ മോശം കാലഘട്ടം. ശരിക്കും പറഞ്ഞാൽ കലികാലം എന്ന് പറഞ്ഞ പോലെ ബാക്കി എല്ലാ രീതിയിലും അവർക്ക് ഒരു പക്ഷേ പൈസ ഉണ്ടാവാം, ജോലി ഉണ്ടാവാം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ ഒറ്റ ഒരാൾക്കും സമാധാനമില്ല പല കാര്യങ്ങളിലും. ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മനസ്സിലാവാം, കൊച്ചു കുട്ടികൾ വരെ ഡിപ്രഷൻ വരുന്ന അവസ്ഥയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഈ ഡിപ്രഷനും പല കാര്യങ്ങളും അവസാനം നമ്മൾ എത്തിക്കുന്നത് ആത്മഹത്യയിലേക്കാണ്. പക്ഷെ ഇതിൻ്റെ മെയിൻ ഒരു പ്രശ്നം റോമ 1:28 പറഞ്ഞ പോലെ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയ നിമിത്തം അവിടുന്ന് അവരെ അധമവികാരങ്ങൾക്കും വിരോചിത പ്രവൃത്തികൾക്കും വിട്ടുകൊടുത്തു. നമ്മളാ ദൈവത്തെ, സത്യദൈവത്തെ നമ്മൾ അംഗീകരിക്കാണ്ട് മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ ആശ്രയം വയ്ക്കുമ്പോൾ നമ്മൾ ചതിക്കപ്പെട്ടു പോകും. ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് നമുക്ക് വേണ്ടി മരിച്ചുയർത്ത് നമ്മളെ പരിപാലിക്കുന്ന സർവശക്തനായ കർത്താവിനെ നമുക്ക് മനസ്സിലാവണില്ല. നമ്മുടെ ആശ്രയം ബലം ഒന്നില്ലെങ്കിൽ പണം, അല്ലെങ്കിൽ സ്വത്ത്, സമ്പാദ്യം, അല്ലെങ്കിൽ മക്കൾ, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ബലവും നമ്മുടെ കാര്യങ്ങളും. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന എത്ര പേര് നമ്മുടെ കൂടെയുണ്ട്? ഒരാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആകപ്പാടെ ജന്മന എനിക്ക് മനസ്സിലായൊരു കാര്യം,
യേശുക്രിസ്തുവിനെ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നലെ ഒരു ആൻറ്റീനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. മക്കളെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. ആൻറ്റിയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നൊരു ആൻറ്റിയാണ്. ഒരു സാധാരണ ഒരു 4 സെൻറ്റിലൊക്കെയാണ് വീട് പണിത് താമസിച്ചിരുന്നത്. 3 ആൺമക്കളുണ്ടായി. അതിനുശേഷം ഭർത്താവ് നല്ലൊരു വിധം എന്തോ ബിസിനസ്സൊക്കെ ചെയ്ത് കുറച്ച് പൈസയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നല്ലൊരു വീടൊക്കെ പണിതു, കാര്യങ്ങളൊക്കെ ചെയ്തു. ചെറിയ ലോണൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഈ ആൻറ്റിക്ക് എഴുത്തും വായനൊന്നും അറിയാത്തത് കൊണ്ട് മൂത്ത മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മൂത്ത മോൻ പറഞ്ഞു, ഞാനും ഭാര്യയും കൂടി ലോണും കാര്യങ്ങളും ബാക്കിയെല്ലാം നോക്കിക്കോളാം, ഞങ്ങളുടെ പേരിക്കത് ആക്കി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞു. സ്വന്തം മോനല്ലേ, മൂത്ത മോൻ ഉത്തരവാദിത്തമുള്ളവർ, ഇവരെ നോക്കുന്നു പ്രതീക്ഷിച്ചിട്ട് ഈ സ്ഥലം അവരുടെ പേരിൽ എഴുതി കൊടുത്ത് വീട് സ്ഥലം 2 വർഷം കഴിഞ്ഞപ്പോൾ മരുമോളും മോനും പറഞ്ഞു, അപ്പനും അമ്മയും രണ്ടാമത്തെ അനിയനും ഈ വീട് വിട്ടിറങ്ങണം. ഈ വീട് വിട്ടിറങ്ങി കേസും പ്രശ്നങ്ങളായി. അപ്പൻ്റെ പേരിൽ കേസ് കൊടുത്തു, അപ്പൻ ജയിലിലായി. അമ്മ അത്രമാത്രം കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നത്. ഒരു വാടക വീട്ടിലെ പാവങ്ങൾ താമസിക്കുന്നത്. അപ്പം അതിനുശേഷം പഴയ 4 സെൻറ്റ് സ്ഥലത്തിലേക്ക് ഇപ്പോൾ അവരവിടെ ചെന്നു. ഇപ്പോൾ മിനിയാന്ന് ഒരു ജപ്തി നോട്ടീസ് വന്നേക്കാം. ഈ മൂത്ത മോനെ വിളിച്ചു, മരുമോളെ വിളിച്ചു, പറഞ്ഞൊരു കാര്യമാണ്, 6 വർഷം മുൻപ് അമ്മയുടെ പേരിൽ ഒരു കുറി തുടങ്ങണമെന്ന് പറഞ്ഞ് ഒരു ഒപ്പിട്ട് വാങ്ങിച്ചു. ഈ സ്ഥലം എഴുതി വാങ്ങിച്ചു, ലോൺ വെച്ചു. 4,60,000 രൂപ പറ്റാച്ച് ജപ്തിയായി നിൽക്കാണ്. ജീവിക്കാനൊരു വഴിയില്ല. നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റിയ കാലഘട്ടത്തിൽ. അതേപോലെ തന്നെ വിളിക്കുന്ന പല ആൾക്കാരുകൾക്കും, കാണാൻ വരുന്നവർക്കെല്ലാവർക്കും ഭൂരിഭാഗം ആൾക്കാരുടെ ആഗ്രഹം മരിക്കണം എന്ന് മാത്രമാണ്. അതേപോലെ ഒരു 60 വയസ്സ് കഴിഞ്ഞ 55-60 വയസ്സിൻ്റെ മാതാപിതാക്കൾക്ക് ആർക്കും ഒരു സന്തോഷ സമാധാനം ഇല്ല. ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവരൊക്കെ എന്തിനോ വേണ്ടി ജീവിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അവരെല്ലാവരും എന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, നിഖിലേ, നീ ഞങ്ങൾക്ക് വേണ്ടി ആദ്യം ഒരു കാര്യം പ്രാർത്ഥിക്കുക, നിന്നെപ്പോലെ നീ അനുഭവിക്കുന്ന സന്തോഷ സമാധാനം ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ, നടക്കുന്നവരെക്കാളും എത്രയോ ബെറ്ററാണ് വണ്ടി ഇടിച്ചാൽ. അവർക്ക് ബാക്കിയെല്ലാം ഉണ്ടെങ്കിലും എനിക്ക് തല മാത്രം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ സമാധാനം നമ്മുടെ കൂട്ടിയുണ്ട്. അതുപോലെ തന്നെയാണ് എന്നെപ്പോലുള്ള പല വയ്യാത്തവരുടെ കാര്യങ്ങൾ. ഇപ്പോൾ ഒരുപാട് പേരെ ഞങ്ങൾ പരിചയമുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ എനിക്ക് എൻ്റെ അമ്മച്ചി പലതും ചെയ്തു തരുന്നതുകൊണ്ടും എന്നെ കാണാൻ പലരും വരുന്നത് കൊണ്ടും ഞാനൊരു പക്ഷേ സങ്കടമൊന്നും അറിയണ്ടാവില്ലേ. പക്ഷേ ഈ ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ച് അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും പരാതികളും പറയാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് അവരോട് തിരിച്ചു പറയാൻ ഒരു വാക്ക് പോലും ഉണ്ടാവില്ല. ഇപ്പം എന്നെ കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ അങ്ങനത്തെ ഒരു വ്യക്തിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളവരെ മാറ്റി നിർത്തിയിട്ടാണ് അവരെ ചേർത്ത് പിടിച്ചോളൂ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കർത്താവ് ചെയ്തു തരും. നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെക്കാൾ അധികമായിട്ട് അറിയുന്ന കർത്താവിനാണ്. ആ കർത്താവിൻ്റെ വിജയകരമായ വലത് കരം അത് നമ്മുടെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ എന്നെ പരിചയപ്പെട്ട പലരുടെ അവസ്ഥകൾ, ഒരാൾ കാണാൻ വരുന്നില്ല, ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, ഒരു പക്ഷെ നല്ല ഭക്ഷണം കിട്ടുന്നുണ്ടാവില്ല, അതൊക്കെ വലിയൊരു അവസ്ഥയാണ്. നടക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു പക്ഷേ ചിന്തിക്കണുണ്ടാവാം, ഞങ്ങൾക്ക് ആരോഗ്യമുണ്ട്, സൗകര്യമുണ്ട്, എല്ലാം ഉണ്ടെന്ന്. ഒന്ന് ഓർത്തോളൂടാ, ഒന്ന് കല്ല് തട്ടി വീണാൽ മതി നമ്മുടെ ജീവിതം അവിടെ അവസാനിക്കാനായിട്ട്. ആരോഗ്യമില്ലാത്തവർക്കും ആരോഗ്യമുള്ളവരും കർത്താവിൻ്റെ മുമ്പിൽ ഒരേപോലെയാണ്. കാരണം കർത്താവ് 2 കൂട്ടർക്കും എല്ലാവർക്കും വേണ്ടി ഒറ്റത്തവണയാണ് കുരിശിൽ മരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്നെപ്പോലുള്ള ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലോ അറിവിലോ അനുഭവത്തിലുണ്ടെങ്കിൽ തള്ളിക്കളയല്ലേ. അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ ഒന്ന് ചെയ്ത് കൊടുത്തോളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് സമയം 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ആയാലും ഒന്ന് അവരുടെ അടുത്ത് ചെന്നിരുന്ന് അവരെ കണ്ട് ഒന്ന് സംസാരിക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചോളൂ. അങ്ങനെ വരുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന ഒരു നെടുവീർപ്പുണ്ട്, ഒരു പ്രാർത്ഥന, ആ കർത്താവിന് മുമ്പിൽ വലിയൊരു വില തരും. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിഖിലിനെ ഈശോ ഉണ്ടല്ലോ 19 വയസ്സുള്ള ഒരു എവർ യങ് ആയിട്ട് യൂത്തിന് വേണ്ടി മാത്രമായിട്ട് വെച്ചിരിക്കുന്നതാണ്. യുവജനങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ കോറിടാൻ നിഖിലിനെ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ കർത്താവ് എവർ യങ് ആയിട്ട് തന്നെ ഇരിക്കണം. 19 തന്നെ അവനിരുന്ന് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്.
വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്. 1 യോഹന്നാൻ 2:14, യുവാക്കളെ നിങ്ങൾ ശക്തരാണ്, എന്തെന്നാൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു. കർത്താവിൻ്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ശക്തരാണ്. അല്ലാത്ത നമ്മൾ വെറുതെയാണ്. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യമാണ്. 19 വയസ്സ് വരെ നിഖിൽ രാജ് എന്ന ഞാൻ ഇവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഗതി ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് എൻ്റെ കൂടെ കർത്താവ് പുറത്തുണ്ടെങ്കിലും എനിക്ക് അനുഭവിക്കാൻ പറ്റിയിരുന്നില്ല. 19 വരെ ഞാൻ പല കാര്യങ്ങളും ആഗ്രഹിച്ചിരുന്നു. അത് ആഗ്രഹിച്ച് നടപ്പാക്കാൻ വേണ്ടി കുറേ ഓടിയിട്ടുണ്ട്, ഒന്നും കിട്ടിയിട്ടില്ല. എന്താ പറയുക, പല സ്ഥലങ്ങളിലും അന്നത്തേക്ക് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, ഒന്ന് ടി വിയിൽ കാണണം, ഒന്ന് പേപ്പറിൽ വരണം, ഒരു മൈക്കിന് വിളിക്കണം. ഇതൊക്കെ ഒരു മനുഷ്യ സൗഹൃദം നാട്ടിലാണ്. അതെൻ്റെ മനസ്സിൽ ഒരിക്കലും പോകാത്തൊരു കാര്യമുണ്ട്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, ആ ഒരു സമയത്ത് ഞങ്ങളുടെ സ്കൂളിലെ സെക്കൻഡ് ലീഡറോ ഫസ്റ്റ് ലീഡറോ ഞാനായിരുന്നു. സ്കൂൾ ലീഡറായിരുന്നു, 7ാം ക്ലാസ് വരെയുള്ളൂ. ആ ഒരു സമയത്ത് ആനിവേഴ്സറിയുടെ സമയം മാഷ് പറഞ്ഞു, നിഖിൽ നന്ദി നീ പറഞ്ഞോളൂ, എനിക്ക് അവസരം ഉണ്ടത്. ഭയങ്കര ഹാപ്പിയായി. ആദ്യമായിട്ട് മൈക്കിന് മുമ്പിൽ നിൽക്കാൻ പോകുന്ന സമയം എല്ലാം സെറ്റായി, തലേദിവസം വരെ പ്രാർത്ഥിച്ച് റെഡിയായി, എല്ലാം സെറ്റായിട്ട് പോയി. അന്ന് ഞാൻ സ്കൂളിൽ ഷാഹുൽ ഹമീദ് മാഷി ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് നന്ദി പറയണ്ട, ഞാൻ പറഞ്ഞോളാം പറഞ്ഞു. ഒരവസരം കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. പക്ഷേ ഈ ജീവിതത്തിൽ ആക്സിഡൻറ്റ് പറ്റിയൊരു അവസ്ഥ വന്ന് ഈ ജീവിതത്തിൽ കർത്താവിനെ അനുഭവിച്ചപ്പോൾ അന്ന് ആഗ്രഹിച്ചതെല്ലാം ഇന്ന് വാരിക്കോരിയായിട്ട് കർത്താവ് എനിക്ക് തരുന്നുണ്ട്. ആ ഒരു ഉറപ്പിലും ആ ഒരു വിശ്വാസത്തിലും പറയുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ യൂത്തിന് നമ്മുടെ കർത്താവിന് യാതൊരു വിലയില്ല. മറ്റുള്ളതിനു വേണ്ടി, കിട്ടാത്ത ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓട്ടി നടന്ന് ശ്രമിച്ചു കൊണ്ടിരിക്കുക, ഒന്നും കിട്ടില്ല. പക്ഷെ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കിട്ടാത്തതായിട്ട് നമുക്കൊന്നുമില്ല. പക്ഷെ ഇപ്പോഴത്തെ യൂത്തിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 പ്രശ്നങ്ങളുണ്ട്. യൂത്തിൻ്റെ ഇടയിൽ വരുമ്പോൾ ഭയങ്കരമായ അഡിക്ഷനാണ്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. മൊബൈലുണ്ട്, പിന്നെ ഓൺലൈൻ പരിപാടികളുണ്ട്, ഡ്രഗ്സ് ഉണ്ട്, അതേപോലെ പല പല കാര്യങ്ങളിലും ഭയങ്കരമായ അഡിക്ഷനാണ്. ഇപ്പോൾ റീസെൻ്റ്ലി 2020 നമ്മുടെ കേരളത്തിൽ ആദ്യമായി ഒരു MDMA കേസ് രജിസ്റ്റർ ചെയ്തത്. അതിന് മുമ്പ് വരെ മദ്യം, കഞ്ചാവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അന്ന് 2020 നമ്മുടെ കേരളത്തിൽ MDMA കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ അതാകെ 14-15 ഗ്രാം മാത്രമായിരുന്നു. 2021 ആയപ്പോൾ 190ഓളം ഗ്രാമായി. 2023 കഴിഞ്ഞപ്പോൾ ആയപ്പോഴേക്കും അത് ഒരു എത്രയും പറയാം 200-300 സംതിങ് ആയി. ഇപ്പോൾ ഈ 2024 ഇപ്പോൾ എത്രയോ മടങ്ങാന്ന് വർദ്ധിച്ചിട്ടുണ്ടാവാം. ഇപ്പം നമ്മൾ ഈ ഇവിടെ അടുത്ത് ഈ ഒല്ലൂരടുത്ത് തന്നെ 2 മാസം മുന്നേ പിടിച്ചത് 1 കിലോ MDMA ആണ്. ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഭൂരിഭാഗം യൂത്താണ്. അവർക്ക് സന്തോഷം കുറച്ച് സമയത്ത് മാത്രം സാറ്റിസ്ഫാക്ഷനും സന്തോഷത്തിനും വേണ്ടി അവരുപയോഗിച്ച് അവസാനം എത്തിച്ചേരുന്നത് ആത്മഹത്യയിലേക്കും വീട്ടുകേണികളിലേക്കാണ്. അതുപോലെ അഡിക്ഷൻ, മൊബൈൽ ഫോണിൻ്റെ കാര്യങ്ങളുണ്ട്. ഈ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് വരുമ്പോൾ ഒരുപാട് കോണ്ടാക്ട്സ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അവർ പെട്ടുപോകുന്നുണ്ട്. പല ലവ് അഫെയറുകളുണ്ട്, പല കാര്യങ്ങളുണ്ട്. പക്ഷേ എല്ലാം നമ്മൾ എത്തിക്കുന്നത് സൂയിസൈഡിലേക്കാണ്. പക്ഷെ നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നൊരു കാര്യം, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷമായിട്ട് സമാധാനം ജീവിക്കാൻ വേണ്ടിയല്ലേ. ആ സന്തോഷം സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ ആ കുരിശിലേക്ക് നോക്ക്. ആ കാൽവരി കുരിശ് നമുക്ക് വേണ്ടി മരിച്ചു കർത്താവ്, ആ കർത്താവ് കുരിശിലുണ്ട്. ഈ സഭാപ്രസംഗൻ 12:1 ഒരു വചനം പറയുന്നുണ്ട്, ഒന്നിലും സന്തോഷമില്ലാത്ത ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനത്തിൽ നിൻ്റെ സൃഷ്ടാവിനെ സ്മരിക്കുക എന്ന്. ഈ ചെറുപ്രായത്തിൽ യൂത്തിൻ്റെ സമയത്ത് കർത്താവിനൊന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് അടിപൊളിയാവും. നമ്മൾ എപ്പോഴും പറഞ്ഞൊരു വാക്കുണ്ട്, ഈ കാണുന്ന എല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ ബെസ്റ്റി ഉണ്ടാവും. ഇത്ര ബെസ്റ്റിമാരുണ്ടായിട്ട് ആരുടെങ്കിലും ലൈഫ് ബെസ്റ്റായിട്ട് കണ്ടിട്ടാണ് ഒക്കെ പറ്റിക്കും, ഒക്കെ വിട്ടുപോകും. പക്ഷെ കർത്താവ് നമ്മുടെ ബെസ്റ്റി ആയാൽ നമ്മുടെ ലൈഫ് ബെസ്റ്റാവും, അടിപൊളിയാവും. അതുകൊണ്ട് എല്ലാ സമയം ആ കർത്താവിലേക്ക് തിരിയാൻ ഒന്ന് മനസ്സ് കാണിക്കുക. യാക്കോബ് 4 പറഞ്ഞ പോലെ നിങ്ങൾ ദൈവത്തോട് ചേർന്നിക്കുക, അവിടെ നിന്ന് നിങ്ങളോട് ചേർത്താവും. ഒരിക്കൽ കർത്താവിനെ അനുഭവിച്ചു കഴിഞ്ഞാൽ മറ്റൊരു അഡിക്ഷനിലേക്കും മറ്റൊരു കാര്യങ്ങൾക്കും നമ്മൾ പെട്ടുപോവില്ല. അതുകൊണ്ട് സൂക്ഷിച്ചോളൂട്ടാണ്. കാലഘട്ടം വളരെ മോശമാണ്,
കർത്താവിനെ മനസ്സിലാക്കാൻ ഇന്ന് കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. വേറെ ഒന്നല്ല, നാളെ നമ്മളിട്ടത് പറയാൻ പറ്റില്ലല്ലോ. സൂക്ഷിക്കാൻ. മനുഷ്യവംശത്തിന് രക്ഷ നൽകാനായിട്ട് ഈശോ കുരിശിൽ മരിക്കുന്ന സമയത്ത് താഴെ ഒരു അമ്മ ഉണ്ടായിരുന്നു, ഫുൾ സപ്പോർട്ടായിട്ട് ഇല്ലേ. ഇപ്പൊ 13 വർഷമായിട്ട് ഇവിടെ നമ്മുടെ ഒരാൾ ഇവിടെ കിടക്കുകയാണ്, ഫുൾ ടൈം ചിരിയാണ്, പണ്ടത്തെ പോലെ അതിലും വൈബിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിന് പുറകിൽ ഒരു അമ്മയുണ്ട്, അമ്മയുടെ സഹനമുണ്ട്, അമ്മ പിടിച്ചു വാങ്ങിയതാണ് എൻ്റെ ഇത്രയ്ക്കുള്ള ജീവൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മയ്ക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് ഒന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം ഈശോ മാതാവ് എന്നൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ അമ്മയ്ക്ക് ഈ മകനെ കുറിച്ച്, മകൻ എങ്ങനെയാണ് പിടിച്ചു വാങ്ങിയെന്ന് അവിടെ നിന്ന് ഈശോയുടെ കയ്യിൽ നിന്ന്, ഈശോ എനിക്ക് ഇതിൻ്റെ സാക്ഷിയായിട്ട് ഇതിനെ ഈ മോനെ വേണം എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങിയ ഒരു അനുഭവമില്ലേ, അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റും? പിടിച്ചു വാങ്ങിയത്, ഞാൻ ഇവനെ ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ആദ്യം തന്നെ ഇവനെ കാണുന്നത് വണ്ടി ഇടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ഫോൺ കോൾ വന്നപ്പോൾ ഞാൻ കാണുന്നത് മടിയിൽ, വ്യാകുല മാതാവിൻ്റെ മടിയിൽ ഈശോനെ കിടത്തിയേക്കണ ചിത്രം എൻ്റെ മനസ്സിൽ കാണുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തെങ്ങനെ കാണണേന്ന്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഇവനെ ആശുപത്രിയിലാണ് എന്ന് പറഞ്ഞു. ഞാൻ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പം ഞാൻ കുറേ കരഞ്ഞിട്ട് അപ്പം ഈ ചിത്രം കണ്ടപ്പോൾ തന്നെ ഞാൻ മാതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ മകനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത്, നിൻ്റെ മകനെ നിൻ്റെ മടിയിൽ ഇട്ട് വളർത്തുന്നത് പോലെ നിൻ്റെ കയ്യിൽ എൻ്റെ മോനെ ഞാൻ ഏൽപ്പിക്കണം, ഇവന് നീ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞു. എനിക്ക് അത്ര മാത്രമേ അറിയുള്ളൂ, എനിക്കങ്ങനെ വലിയ പ്രാർത്ഥനയോ അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ മാതാവ് എൻ്റെ മോനെ നോക്കും. ഈശോനെ നോക്കണ മാതാവിന് ഇവനെ നോക്കാൻ പറ്റാണ്ടിരിക്കില്ലല്ലോ എന്നുള്ള ബോധ്യത്തോടു കൂടി ഇരുന്നു. അത് കഴിഞ്ഞ് കണ്ടീഷനൊക്കെ കണ്ടപ്പോഴും ഞാൻ എൻ്റെ കയ്യിലെ കൊന്ത പിടിച്ചിട്ട് മാതാവിനോട് എനിക്ക് ചോദിച്ചത് ഒറ്റ കാര്യമുള്ളൂ, ഇവനെ ഓടി നടന്ന് ജോലി എടുക്കുമോ അങ്ങനെയൊന്നും എൻ്റെ മനസ്സിൽ എനിക്കറിയില്ല, ഇവൻ്റെ കണ്ടീഷനും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മോനെ ജീവനോടുകൂടി തരണം അങ്ങനെ പറഞ്ഞിട്ടാണ് കൊന്ത ചൊല്ലി. അവസാന നിമിഷത്തിൽ നമ്മളെ കൈവിട്ട് പോണ ഒരു സാഹചര്യം വന്നപ്പോഴും ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവ് എൻ്റെ മോനെ നീ എനിക്ക് ജീവനോടുകൂടി തരില്ലേ, അവനെ സംരക്ഷിക്കാനുള്ള കൃപ കൂടി എനിക്ക് വേണം. കാരണം ഞാൻ എന്തെങ്കിലും കാണുമ്പോഴേക്കും ബോധം കെട്ട് വീഴുക, എനിക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നു. അപ്പോൾ ഏത് കണ്ടീഷനാണെങ്കിലും ഇവനെ പരിചരിക്കണമെങ്കിൽ ഒരു ഇത് വേണം. അതും ഞാനിങ്ങനെ ചോദിച്ചു. അങ്ങനെ കൊന്ത ചൊല്ലി കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് ഇവനെ ജീവനോടുകൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ, മരിച്ചു എന്ന് പറഞ്ഞാൽ അവനെ ഞങ്ങൾക്ക് ജീവനോടുകൂടി തന്നു. അന്ന് ഞാൻ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും കിട്ടിയപ്പോൾ, കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാതാവിന് കൊടുത്തൊരു വാക്കാണ്, എൻ്റെ മോനെ പൂർണ്ണ ആരോഗ്യത്തോട് കൂട്ടിയിട്ടൊന്നും ഞാൻ ചോദിച്ചില്ല, ജീവനോട് കൂടി മാത്രം. പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ചോദിക്കാനുള്ളത് എനിക്കൊന്നും തോന്നിയില്ല. ജീവനോട് കൂടി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ മകനെ ലോകം മുഴുവനും മഹത്വപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കാൻ എവിടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ അവിടെയെല്ലാം ഞാൻ കൊണ്ടുപോകാം. അതുകൊണ്ട് എൻ്റെ മോനെ ജീവനോടുകൂടി തരാം, നോക്കാനാണ് എനിക്ക് ഇവനെ പരിചരിക്കാനുള്ള കൃപ മാത്രം ഞാൻ മാതാവിനോട് ചോദിച്ചത്. അത് ഈ 13 വർഷമായിട്ട് എങ്ങനെ തന്നേന്ന് ചോദിക്കാൻ പറ്റില്ല. സങ്കടങ്ങൾ വരുമ്പോൾ ഞാൻ മാതാവിനോട് പറയും, നിൻ്റെ മകൻ്റെ വേദനകൾ മുഴുവനും നിൻ്റെ കൺമുമ്പിൽ കണ്ടിട്ട് പോലും നീ അത് സഹിച്ചു ഇല്ലേ പരിശുദ്ധ അമ്മേ. അതുപോലെ ഈ മകൻ്റെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും സഹിക്കാനുള്ള ശക്തി എനിക്ക് തരണം എന്ന് പറയും. അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോകുമ്പോൾ തന്നെ ഈ ചോദിച്ച ചോദ്യത്തിനുള്ള സാധനം ഇങ്ങനെ ചവിട്ടിൽ ഇങ്ങനെ സഹനശക്തി. അപ്പോൾ നിന്നെ ഏൽപ്പിക്കപ്പെട്ടതല്ലേ. പിന്നെ നമ്മൾ പിന്നീട് എനിക്ക് തന്നെത്താൻ തോന്നി തുടങ്ങി, നമ്മൾ കർത്താവിൻ്റെ വേലക്കാരാ, തോട്ടത്തിലെ പണിക്കാരാ, നമ്മളെ ഏൽപ്പിക്കാൻ തന്ന പണികൾ നമ്മൾ കർത്തവ്യങ്ങൾ പൂർത്തിയാക്കുക. അപ്പം ഞാൻ എൻ്റെ ഈശോട് ഇങ്ങനെ പറയും, നീ തന്നെ എന്നെ പഠിപ്പിക്കണം. അപ്പം ഞാൻ അങ്ങനെ അതിങ്ങനെ പറഞ്ഞ് പഠിച്ച് 13 വർഷമായിട്ട് എനിക്ക് 13 വർഷം എന്ന് ഇപ്പോഴും തോന്നണില്ല കേട്ടോ. 13 ദിവസത്തിൻ്റെ ഒരു ഫീലിംഗ് പോലും ഇല്ല. ഒരു എന്താ പറയുക, ഏൽപ്പിക്കപ്പെട്ടതാണ്. എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നതും എന്നും ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുള്ള ഈശോടും മാതാവിനോട് ചോദിക്കുള്ളൂ. ഈശോട് നേരിട്ട് ചോദിക്കില്ല, കാരണം അമ്മ പറഞ്ഞാൽ മോനത് തള്ളിക്കളിയില്ല. അപ്പം മാതാവിനോട് ഞാൻ പറയും, ആര് പ്രാർത്ഥന പറഞ്ഞാലും ഇവൻ്റെ രോഗാവസ്ഥകൾ വല്ലതൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും വരും. അപ്പോഴൊക്കെ ഞാൻ മാതാവിനോട് പറയും, പരിശുദ്ധ അമ്മേ നിൻ്റെ മകനെ അയച്ച് അവൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾ ഏത് ഭാഗമാണ് എന്താണെന്ന് അറിയില്ലല്ലോ, അവിടെ നീ ഇടപെട്ട് അവനെ സുഖപ്പെടുത്തണേ എന്ന് പറയുള്ളൂ.
ആ മാതാവ് അതിനോടൊപ്പം തന്നെ എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ശക്തിയും തരണിട്ടാണ്. നീ നിൻ്റെ മകന് വേണ്ടി അറ്റം വരെയും നീ പിടിച്ചു നിന്നു. ആ സഹനശക്തിയിൽ ഒരിത്തിരി അധികം ഒന്നും ചോദിക്കുക, അത്രയ്ക്കൊന്നും എനിക്ക് കിട്ടില്ല. പക്ഷേ അന്ന് ഞാൻ ആശുപത്രിയിൽ വെച്ച് ചോദിച്ച ചോദ്യത്തിന് ഇന്നും എനിക്കത് പലതും പിടിച്ചു നിൽക്കാനുള്ള കൃപ തന്നെ എന്നെ അനുഗ്രഹിക്കുന്നു. പിന്നെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ഓരോ ദൗത്യങ്ങൾ, അത് പൂർത്തിയാക്കണം. അതിന് നമുക്ക് എല്ലാം തികഞ്ഞാരും ആരുമില്ല, നമുക്ക് പോരായ്മകളുണ്ട്. പക്ഷെ കർത്താവ് തരുമ്പോണ്ടല്ലോ ആ പോരായ്മകളൊന്നും ആവില്ല. ഇതെന്തായാലും കർത്താവ് തിരഞ്ഞെടുക്കാണ്ട് ഈ സഹനം തരില്ല. അപ്പം മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ അവസ്ഥ നിന്നെ കർത്താവ് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് ആളൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ആ പദ്ധതി നിറവേറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എഴുന്നേറ്റ് ഓടണതും ജോലിക്ക് പോണതും ഒന്നുമില്ല, ഇത് തമ്പുരാൻ തന്ന ഗിഫ്റ്റാണെന്ന് ഞാൻ പറയുള്ളൂ. എനിക്കതിനൊരു വെറുപ്പില്ല, ഒരു പരാതിയില്ല. ആദ്യം കുറച്ച് നാളൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഈ പരാതി പറഞ്ഞന്ന് ഇവൻ പറയും, ജോസാൻ്റെ അച്ഛൻ്റെ കാര്യം പറയില്ലേ, ഇതേപോലെ തന്നെ ഇവൻ ഭയങ്കര നിരാശയിൽ ഭയങ്കര വിഷമത്തിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് ജോസാൻ്റെ അച്ഛനെ പരിചയപ്പെട്ടത്. അച്ഛൻ ഇവൻ്റെ റൂമിൽ വന്നിട്ട് ഏറ്റവും അധികം ഇവനെ കാണാൻ വന്നു കഴിഞ്ഞിട്ട് അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞൊരു വാക്കാണ്, എനിക്ക് അന്നൊന്നും ഇതറിയില്ല, അമ്മ കരഞ്ഞോ, മകന് വേണ്ടി അമ്മ കരഞ്ഞോ, അമ്മയുടെ കണ്ണീര് വീണ് തോട് വീഴുമ്പോൾ അവിടെ അനുഗ്രഹം ഉണ്ടാവുമെന്ന്. അപ്പോൾ പുണ്യവാളനെ കുറിച്ച് അറിയില്ലെന്ന് വെച്ചു, വിശുദ്ധനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിശുദ്ധ അഗസ്ത്യനസ് എന്ന് പറഞ്ഞ പ്രാർത്ഥനയിലുണ്ടല്ലാണ്ട് എനിക്ക് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജോസാൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത്, ആ മകന് വേണ്ടി അമ്മ കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് വീണ് തോടായിന്ന്. ആ മകൻ വിശുദ്ധനായി, അമ്മയും വിശുദ്ധനായി. അതേപോലെ കർത്താവ് തന്ന മോന വേണ്ട രീതിയിൽ പരിചരിച്ചാൽ അവിടെ ഒരു ഇത് കാണാമെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞാൻ പിന്നെ പരാതികൾ പറഞ്ഞിട്ടില്ല. അതുവരെയൊക്കെ എനിക്ക് ഇത്തിരി പരാതി, എന്താ എല്ലാവരും എന്നോട് വന്നു, ഇപ്പം നമ്മൾ മനുഷ്യനല്ലേ, കാണുന്നവരൊക്കെ ചോദിക്കുക എന്താ മോളെ നിനക്ക് ഇങ്ങനെ വന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്നാലും നിനക്ക് ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു വിഷമം ആദ്യം. പിന്നെ ഇത് അച്ഛനും കൂടിയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ തമ്പുരാൻ തിരഞ്ഞെടുക്കാണ്ടൊന്നുമില്ല. പിന്നെ ദൈവം അറിയാണ്ട് നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വിട്ടേക്കണ പോലെ തന്നെ അങ്ങോട്ട് ചെല്ലാനൊന്നും ആവില്ല. പിന്നെ ആൾ ഓരോന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഈ മകനിങ്ങനെ ഈ 13 വർഷമായിട്ട് നമുക്ക് കിട്ടിയെങ്കിൽ ഒത്തിരി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഒത്തിരി മക്കളുടെ സങ്കടങ്ങൾ, ഒരുപാട് കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ ഈ മകനോട് പറയുമ്പോൾ ഞാനും അറിയണു, എനിക്കും ഈശോയോട് പറയാനായിട്ടൊരവസരം തരണില്ലേ, അതിന് അനേകായിരം നന്ദിയാണ് ഞാൻ പറയണത്. കാരണം ഈ ഒരു അവസ്ഥ വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ ലോകത്തിൻ്റെ യൂത്തിൻ്റെ പോലെ നമുക്കൊന്നും പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പോവുകയാണെങ്കിൽ ദൈവത്തിനെ പോലും അറിയാൻ പറ്റില്ല. ഇപ്പോൾ ഒത്തിരി പേർക്ക് ദൈവത്തിനെ പറഞ്ഞു കൊടുക്കാനും നമ്മുടെ ജീവിതാനുഭവം, ഇത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഒരു തലവേദന വന്നാൽ അപ്പോഴേക്കും ഡിപ്രഷനായി, പിന്നെ എന്താണെന്ന് വിചാരിച്ചിട്ട് അതുപോലെ കുട്ടികൾ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അവർക്ക് ജീവിക്കണ്ട, ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് തന്നെ ഭയങ്കര അത്ഭുതമാണ്, എങ്ങനെ ചേച്ചി ഈ ചേട്ടൻ ഇങ്ങനെ സന്തോഷിക്കുന്നു. അപ്പോൾ ഞാൻ പറയും തമ്പുരാൻ തന്ന ഗിഫ്റ്റാണ്, ഇതൊക്കെ തരുമ്പോൾ സന്തോഷത്തോടുകൂടി മേടിക്കണം. പരാതികളില്ലാണ്ട് മേടിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്ത് നമുക്ക് ഭാരം കയ്യിൽ കോരി തരണുണ്ടെങ്കിൽ അത് താങ്ങാനുള്ള ശക്തിയും കൂടി തരും. ഞാനതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമവുമില്ല. 13 വർഷം എന്ന് പറഞ്ഞാലും ഇവിടെ എല്ലാവരും, ഞങ്ങളുടെ വീട്ടിലും എല്ലാവർക്കും അങ്ങനെ തന്നെ 13 വർഷത്തെ ഒരു വിഷമവുമില്ല. 18 മാസം ആശുപത്രി കിടന്നു. 18 മാസം ആശുപത്രി കിടന്നിട്ട് 18 മാസം എന്ന് പറയുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് അറിയുന്നുള്ളൂ. എങ്ങനെ പോയെന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ഒരൊറ്റ ഉത്തരവുള്ളൂ, കർത്താവ് തന്നത് കർത്താവ്, നടത്തുന്നതും കർത്താവ്, ഇപ്പോഴും നടത്തുന്നത് കർത്താവ്. ഇനി അമ്മച്ചിയോട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ മോനെ ഇങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷം ഈശോയ്ക്ക് കിട്ടിയത് 2 ഉപകരണങ്ങളാണ്. ഒന്ന് അമ്മേനെ പോലെ, പരിശുദ്ധ അമ്മേനെ പോലെ അമ്മേൻ്റെ വഴിയിലേക്ക് ഈ അമ്മയെ കൂടെ പോയാൽ കുറേ കാര്യങ്ങൾ കിട്ടുമെന്ന് പറയാൻ ഒരു അമ്മയും, ഈശോയിലേക്ക് പോയാൽ ഈശോ വിചാരിച്ച് എന്ത് നടക്കുമെന്ന് പറയാനൊരു മോനെയാണ് നല്ല ഉപകരണമായിട്ട് ഈശോ തിരഞ്ഞെടുത്തത്. എനിക്ക് അമ്മച്ചിയോട് ചോദിക്കാനുള്ള ഒരു കാര്യം, മുമ്പ് ഈ മോനെ വൈദികനായി കണ്ട് പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈശോയുടെ മോനായിട്ട് വളർത്തണമെന്ന് ഈശോ നിനക്ക് ഒരു ഉപകരണമായിട്ട് നീ ഇവനെ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് മുമ്പ് വളർത്തിയിരുന്നത്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന്റെ ഉദ്ദേശം ആദ്യം ഒരു വൈദികൻ എന്ന ചിന്തയിലായിരുന്നു, മറ്റേതൊന്നും എനിക്കറിയില്ലല്ലോ, മറ്റു വഴികളൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് പൂർണ്ണമായ സന്തോഷത്തിലാണ് എൻ്റെ മോൻ ഫുള്ളായിട്ട് ദൈവത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി, അതുപോലെ തന്നെ വൈദികർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. അമ്മച്ചിയോട് ഇപ്പം ചോദിക്കാനുള്ള ചോദ്യം എന്താണ്, ഇതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ കിടക്കുന്നവരുണ്ടാവും, ഈ ദൈവത്തിൻ്റെ പദ്ധതി തിരിച്ചറിയുന്നില്ല. ഉണ്ട്.
ഇപ്പോൾ 13 വർഷം എന്നൊക്കെ പറയേണ്ടത് 2-3 വർഷമൊക്കെ തന്നെ മക്കൾ എന്തെങ്കിലും അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചറിയാനായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതിൽ പദ്ധതി കാണാൻ കഴിയാത്ത കുറച്ച് പേരുണ്ട്. അവരോട് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെയുള്ള അമ്മമാരുണ്ട്, ഇല്ലെങ്കിൽ ബന്ധുക്കൾ അത്രമാത്രം നോക്കുന്നതിന് താല്പര്യപ്പെടുന്നില്ല, അങ്ങനെയുള്ളവരൊക്കെ അവരോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീട്ടിൽ ഭർത്താവാം, മക്കളാവാം, അല്ലെങ്കിൽ സഹോദരങ്ങളാവാം, ഏതൊരു സാഹചര്യത്തിലും ഇങ്ങനെ ഓരോ അപകടങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ ജനിക്കുമ്പോൾ ഒന്നും ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ദൈവം എന്തായാലും ജനിച്ചപ്പോൾ ആൾ തിരഞ്ഞെടുത്തില്ല ആളുടെ ഫയലിൽ, കർത്താവിൻ്റെ ഫയലിൽ നമ്മൾ ഓരോരുത്തരും ഇങ്ങോട്ട് വരുന്നേക്കാളും മുന്നേ കർത്താവിൻ്റെ ഫയലിൽ എല്ലാം എഴുതി ചേർത്തിട്ടുണ്ടാവും. ഇന്ന സമയത്ത് ഇന്നതെന്ന് പറഞ്ഞിട്ട് എഴുതി ചേർത്തിട്ടുണ്ടാവും. എൻ്റെ മകനെ 19 വയസ്സായപ്പോൾ കർത്താവ് ഈ രീതിയിൽ തിരഞ്ഞെടുത്തു. ഞാൻ വലിയ പഠിപ്പിച്ച് അച്ഛനാക്കണം, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ആക്കണം, അല്ലെങ്കിൽ വലിയ ജോലിക്കാരനായിട്ട് സമ്പാദിച്ച നേട്ടങ്ങൾ നേടണമെന്ന് ഞാൻ സ്വപ്നം കണ്ടാലും കർത്താവിൻ്റെ ഫയലിൽ എഴുതി ചേർത്തത് ഇങ്ങനെയായിരുന്നു. പക്ഷെ അപ്പോൾ ഞാൻ ഈ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാനത് ഈശോയോട് തന്നെ, ഈശോ എനിക്ക് തന്നതാണല്ലോ, ഈശോ എന്നെ നോക്കാൻ ഏൽപ്പിച്ചിരുന്നത്. നമ്മളാരും നമുക്കൊന്നും സ്വന്തമല്ല, നമുക്ക് നോക്കാൻ ഏൽപ്പിക്കപ്പെട്ട പുത്രനെ ഞാൻ നോക്കണു. 19 വയസ്സായപ്പോൾ ഈശോ തിരഞ്ഞെടുത്തു. അതിക്ക് മുന്നേ ഇവൻ കുറച്ച് കുറുമ്പുകളൊക്കെ ഇങ്ങനെ, ഇപ്പോഴത്തെ പിള്ളേരുടേതായ കുറച്ച് കുറുമ്പുകളൊക്കെ വന്നപ്പോൾ ഇവനിങ്ങനെ കുറുമ്പ് കാണിക്കുമ്പോൾ ഞാൻ പറയും, അതൊന്നും വേണ്ട, തമ്പരാനോ ഒക്കാത്തതൊന്നും ചെയ്യരുതെന്നൊക്കെ പറയുമ്പോഴും കളിച്ച് നടക്കുമ്പോഴൊന്നും ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് അതിങ്ങനെ സിഗ്നൽ കൊടുത്തു, മോനെ എന്ന് വിളിക്കും. നമ്മളിപ്പോൾ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ വിളിക്കും. അത് പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ കല്ലുമ്പോൾ തട്ടി വീഴുമ്പോൾ പൊട്ടുമ്പോഴെല്ലാം അറിയാം. അപ്പോൾ കർത്താവ് അവനെ വിളിച്ചപ്പോൾ അവൻ ആ വഴിക്ക് തിരിഞ്ഞ് നീങ്ങിയപ്പോൾ കർത്താവ് ഇങ്ങനെ തിരഞ്ഞെടുത്തു. ഇതിൽ ഞാൻ സന്തോഷിക്കണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതേപോലെ വേദനിക്കുന്ന മക്കളുകളുണ്ടാവാം, അങ്ങനെ കിടക്കുന്ന, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കണ ഒരു മക്കളോടും നമ്മൾ ഒരു വെറുപ്പോ അറപ്പോ ഇല്ലാണ്ട് അവരെ പരിചരിക്കണം. എനിക്ക് പറയാനുള്ളത് അതാ. കാരണം അവർ നമ്മുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹമാണ്. ആ മക്കളിലൂടെ നമ്മൾ മാത്രമല്ല രക്ഷപ്പെടുന്നത്, നമ്മുടെ ബന്ധുക്കൾ, ഒരുപാട് പേര് വേദനിക്കുന്നവർ. കാരണം ഇങ്ങനത്തെ മക്കൾ കിടക്കണവരുടെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവർ പുച്ഛിച്ച് തള്ളും. ഒത്തിരി പേരെ ഞങ്ങൾക്കറിയാം. പക്ഷേ ആ പുച്ഛിച്ച് തള്ളണത് നമുക്ക് ഭയങ്കര എന്താ പറയുക, തീരാ നഷ്ടം എന്നൊക്കെ പറയില്ലേ, അതുപോലെ നഷ്ടം. അവരെ സ്നേഹിച്ച് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് ഒന്നും കൊടുക്കണ്ട, അവരുടെ കൂടെ ഒത്തിരി നേരം ഒന്ന് ചിരിച്ച് വർത്തമാനം പറഞ്ഞ് അവരെ കെയർ ചെയ്യുമ്പോണ്ടല്ലോ, അവർ നമുക്ക് ഷോക്ക് അടിക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് അവരിൽ നിന്നിട്ട് ഈശോയുടെ അടുത്തേക്കൊരു പ്രത്യേകത, ഒരു ഷോക്ക് പോകും. ആ ഷോക്ക് നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. ഞാൻ എൻ്റെ ജീവിതാനുഭവമാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഒരുപോലെ ഒരിക്കലും ഇങ്ങനെയുള്ള മക്കളെ നോക്കാനായിട്ടൊരു വെറുപ്പും കാണിക്കണ്ട. നമ്മൾ പരിചരിക്കുന്നത് നമ്മുടെ ഈശോനെയാണ്. ഈശോനെ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് തന്നാൽ ഒന്ന് മുഖം തുടച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ചെയ്തു കൊടുക്കില്ലേ. അത് നമ്മൾ പരിചരിക്കുന്നത് ഈശോനെയാണെന്ന് വിചാരിച്ചത് മകനായിട്ടോ ഭർത്താവായിട്ടോ അങ്ങനെയല്ല കാണേണ്ടത്. നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തു കൊടുക്കുക. അവർക്ക് ചെയ്യാം. ഇപ്പോൾ ഇവന് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ തല മാത്രമേ അനങ്ങുള്ളൂ. നമ്മളിവിടെ വന്നൊരു പാമ്പ് വന്നിരുന്നാലോ തേള് വന്നിരുന്നാലോ നമ്മൾ കണ്ടാലേ അവനറിയുള്ളൂ. അപ്പോൾ അതുപോലെ അനവധി മക്കൾ കിടക്കണ്ടാവും. അത് അവരെ കുറുമ്പ് കൊണ്ടാണ്, അവരങ്ങനെ കിടക്കട്ടെ എന്ന് ഒരിക്കലും പറയരുത്. അവരെ നമ്മൾ നോക്കി പരിചരിച്ച് കൊടുക്കാവുന്നത് നമ്മൾ കൊടുക്കുക. ബാക്കി തരുന്നത് കർത്താവാണ്. എനിക്ക് പറയാനുള്ളൂ, ഒരിക്കലും അവരെ ഒരു കടുകുമണിയോളം പോലും മനസ്സ് വേദനിപ്പിക്കാണ്ട് നോക്കണം എന്നാണ് ഞാൻ പറയുക. കർത്താവിന്റെ കരങ്ങളാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഇവയിൽ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ജോബിന്റെ പുസ്തകം പറയുന്നത് പോലെ സഹനം എന്നത് കൃപയുടെ സ്രോതസ്സാണ് തിരിച്ചറിഞ്ഞ നിഗലിനെയാണ് ഈ ജയ്വൈബ്സിന്റെ ഈ എപ്പിസോഡിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞത്. ഇത്തരത്തിൽ യേശുവിനെ തൊട്ടറിഞ്ഞ മറ്റൊരനുഭവമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം.